ലോകത്തിലെ തന്നെ നമ്പർ 1 ബ്രാൻഡായ ടൊയോട്ടോ എന്ന കാർ നിർമ്മാണ കമ്പനി മറ്റു ബ്രാൻഡുകളുടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവി കാർ നിർമ്മാണത്തിൽ അത്രയധികം ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ ടെസ്ല, BYD മാത്രമല്ല ഇന്ത്യൻ കാർ നിർമ്മാതാക്കളായിട്ടുള്ള മഹീന്ദ്ര, ടാറ്റ പോലുള്ള ബ്രാൻഡുകൾ അവരവരുടേതായ ആധിപത്യം ഇവി കാർ നിർമ്മാണത്തിൽ ആ ബ്രാൻഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവി കാർ രംഗത്തും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ ടൊയോട്ട അവരുടെ പുതിയ ഇവി കാറായ CHR-നെ റിവീൽ ചെയ്തിരിക്കുന്നു. ഇത് ലോകം മുഴുവനുമുള്ള മറ്റ് ഇവി കാർ ബ്രാൻഡുകൾക്ക് വളരെ വലിയൊരു മത്സരത്തിന് തുടക്കമാകുന്നു. ഈ CHR-ൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നു, എന്തുകൊണ്ട് ഈ കാറിനെ ലോകം മുഴുവൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ടൊയോട്ടയിൽ നിന്നുള്ള പുതിയൊരു കാറല്ല CHR. 2016-ൽ തന്നെ കൂപ്പെ SUV സെഗ്മെന്റിൽ US മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരുന്നു. അതിനുശേഷം ഡിസ്റ്റന്റീവായ ഡിസൈനില് പെർഫോമൻസ് കാറായ ഈ CHR ഇപ്പോ 2026 ഇലക്ട്രിക് കാറായിട്ട് റിവീൽ ചെയ്തിരിക്കുന്നു. ഡയമെൻഷനെ കുറിച്ച് നോക്കുമ്പോൾ 4520 mm ലെങ്തിലാണ് ഈ കാർ ഉള്ളത്. 2570 mm ആണ് വീൽ ബേസ്. 416 ലിറ്റർ ബൂട്ട് സ്പേസോടെ മാസീവ് ആയിട്ടുള്ള റോഡ് പ്രസൻസിൽ ഈ കാറിനെ നിർമ്മിച്ചിരിക്കുന്നു. പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ CHR ടൊയോട്ടയുടെ ഈ TNGA പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മോഡുലർ ആർക്കിടെക്ചറിൽ ഉള്ളതുകൊണ്ട് തന്നെ പല വെഹിക്കിൾ സൈസിലും പല ബാറ്ററി കപ്പാസിറ്റിക്കും ലോകം മുഴുവനും ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ലാതെ ഫ്രണ്ട് വീൽ, റിയൽ വീൽ മാത്രമല്ല ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനിലൂടെയും പല ഡ്രൈവ് മോഡ് കോൺഫിഗറേഷനോടെ ഈ കാർ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് നോക്കുമ്പോൾ ഹാമർ ഹെഡ് ഫ്രണ്ട് ആൻഡ് ഡിസൈനോട് കൂടിയാണ് CHR-നെ ലോഞ്ച് ചെയ്യുന്നത്. ഇത് മുന്നേയുള്ള സെയിം ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് CHR-നെ സംബന്ധിച്ചിടത്തോളം. സ്ലോപ്പിംഗ് ആയ റൂഫ് ലൈൻ, എയറോഡൈനാമിക് കർവ്, ഡിസ്റ്റന്റീവായ റിയർ LED ലൈറ്റ് ബാർ, മോഡേൺ ടച്ചസ് ആയിരുന്നാലും വളരെയധികം പോളറൈസിംഗ് ഡിസൈനിലല്ലാതെ പ്ലീസിംഗ് ടു ദ ഐസ് ഡിസൈനിലാണ് ഉള്ളത്. 20 ഇഞ്ച് അലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാസീവ് ആയിട്ടുള്ള സൈസിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്റീരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ ഫംഗ്ഷനാലിറ്റിയും മോഡേൺ കംഫർട്ടിന്റെയും പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് തന്നെ ഇതിനെ പറയാം. 14 ഇഞ്ച് ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡ്യുവൽ സ്മാർട്ട് ഫോൺ ചാർജേഴ്സ്, റിയർ AC കൺട്രോൾസ്, ആംബിയൻ ലൈറ്റിംഗ്, പാനറോമിക് സൺറൂഫ് അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ കാറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കമ്പനി അവകാശപ്പെടുന്നത് ഇതിന്റെ പെർഫോമൻസും സ്പെസിഫിക്കേഷനും തന്നെയാണ്. ഈ വാഹനത്തിലുള്ള ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോർ സെറ്റപ്പ് 388 HP പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ടൊയോട്ടയുടെ തന്നെ മറ്റ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ കാറുകളെക്കാൾ വളരെയധികം കൂടുതലാണ്. 0 to 100 കിലോമീറ്റർ വെറും 5 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യും. ഒരു സ്പോർട്സ് കാറിന് വേണ്ട ഫീൽ നൽകുന്ന ഒരു വാഹനം തന്നെയായിരിക്കും ഇത്. ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 77 kWh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ 460 കിലോമീറ്റർ റേഞ്ച് വരെ അവകാശപ്പെടുന്നുണ്ട്. ഈസി ഫാസ്റ്റ് ചാർജിംഗ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 10 to 80% ചാർജ് വെറും 30 മിനിറ്റിൽ തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊണ്ട് മാനുവൽ കാർ പോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം യൂസറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സേഫ്റ്റിയെ കുറിച്ച് നോക്കുമ്പോൾ ടൊയോട്ടയുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള സേഫ്റ്റി സൂട്ട് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഉദാഹരണത്തിന് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, പാർക്കിംഗ് സപ്പോർട്ട് അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും. പ്രൈസിംഗിനെ കുറിച്ച് നോക്കുമ്പോൾ 25 ലക്ഷത്തിന് മുകളിലാണ് ഈ വാഹനത്തിന്റെ പ്രൈസിംഗ് റിവീൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പല ഇലക്ട്രിക് കാറുകളും പെർഫോമൻസ് സെഗ്മെന്റിൽ എടുത്തു പറയുകയാണെങ്കിൽ മഹീന്ദ്ര പോലുള്ള ബ്രാൻഡുകൾ 30 ലക്ഷം രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്യുന്നത്. ടൊയോട്ട പോലുള്ള റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഇതുപോലുള്ള ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെയധികം ഹെൽത്തി ആയിരിക്കും. അതിന് ഒരു തർക്കവും ഉണ്ടാകില്ല. ഈ പുതിയ ടൊയോട്ട CHR EVയെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്താൽ എത്രമാത്രം സക്സസ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.